എടാ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. 3 ഡോക്ടർമാരും 3 എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു. ഈ കഥയിൽ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ പൊതുവെ പുറം ലോകമൊന്നും കാണാത്ത ഈ വണ്ടി കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാരെ വണ്ടിയാന്ന് പറഞ്ഞാൽ കുറേ ആൾ വാങ്ങും. കാരണം ആ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. എഞ്ചിനീയർമാരെന്ന് പറഞ്ഞാൽ കുറേ പാർട്ട് ടൈമും ചായ കച്ചവടമൊക്കെ ചെയ്ത് പുറം ലോകം കണ്ട ആൾക്കാർ. അപ്പോൾ 3 ഡോക്ടർമാരും 3 എഞ്ചിനീയർമാരും ട്രെയിനിൽ കയറി പോവുകയാണ്. ആ സമയത്ത് ഡോക്ടർമാർ 3 ടിക്കറ്റ് എടുത്ത് എഞ്ചിനീയർമാർ 3 ആൾക്കും കൂടി 1 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഡോക്ടർമാർ ഇത് അത്ഭുതത്തോടെ നോക്കി. അങ്ങനെ TTR വന്നപ്പോൾ 3 എഞ്ചിനീയർമാരും ബാത്റൂമിൽ കയറി. TTR വന്ന് ബാത്റൂമിൽ മുട്ടിയപ്പോൾ ഒരു എഞ്ചിനീയർ വാതിൽ മെല്ലെ തുറന്നിട്ട് കൈയിട്ടിട്ട് 1 ടിക്കറ്റ് കൊടുത്തിട്ട് വാതിൽ അതേപോലെ അടച്ചു. അപ്പോൾ ഡോക്ടർമാർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം. അപ്പോൾ തിരിച്ച് അവർ ഇങ്ങോട്ട് പോരുമ്പോൾ ഡോക്ടർമാർ 3 ആൾക്കും കൂടി 1 ടിക്കറ്റ് എടുത്തു. ഇത് കണ്ട് അതേപോലെ ചെയ്യാൻ നോക്കി. എഞ്ചിനീയർമാർ ഇത് കണ്ടപ്പോൾ ടിക്കറ്റേ എടുത്തില്ല. അങ്ങനെ TTRനെ കുറച്ച് ദൂരെ കണ്ടപ്പോൾ 3 ഡോക്ടർമാരും പോയി ബാത്റൂമിൽ കയറി വാതിലടച്ചു. അപ്പോൾ എഞ്ചിനീയർമാർ എന്ത് ചെയ്തറിയോ? അവർ ചെന്നിട്ട് ഡോക്ടർമാരെ വാതിലിൽ കൊട്ടി. അപ്പോൾ ഡോക്ടർമാർ 1 ടിക്കറ്റ് പുറത്തു കൊടുത്തു. അത് വാങ്ങിയിട്ട് എഞ്ചിനീയർമാർ അടുത്ത ബാത്റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ യഥാർത്ഥ TTR ഒന്ന് വാതിലിൽ മുട്ടിയപ്പോൾ എഞ്ചിനീയർമാർ തുറന്ന് 1 ടിക്കറ്റ് കൊടുത്ത് വാതിലടച്ചു. മറ്റേ വാതിലിൽ കുറേ മുട്ടി അവസാനം 3 ഡോക്ടർമാരെയും പൊക്കിയെന്ന കഥ. അപ്പോൾ ഇതിന്ന് പറഞ്ഞു വരുന്നത് എന്താ അറിയോ? നമ്മൾ ആരെയും അതേപോലെ അനുകരിക്കാൻ നോക്കരുത്. ഒരാൾ കാട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ ചെയ്യാൻ നോക്കരുത്. ആരിൽ നിന്നും നമുക്ക് കണ്ട് പാഠങ്ങൾ പഠിക്കാൻ എന്നിട്ട് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാം. ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ്. ഓക്കെ, ഫോളോ. ബൈ.